ചിത്ര ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 5.1 ആംപ്ലിഫയറാണ്. നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു ആംപ്ലിഫയറാണ്. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് സൈഡ് നമ്മൾ ഗ്രേ ബ്ലാക്ക് ഷെയ്ഡിൽ ചെയ്തിരിക്കുന്നു. കൺട്രോളെല്ലാം ബ്ലൂ ഷെയ്ഡാണ്, ചെറിയ കൺട്രോളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ലുക്കുണ്ട് ഫ്രണ്ട് സൈഡിന്. ഇത് ബാക്ക് സൈഡ് സാധാരണ ഉള്ള പോലെ തന്നെ ഓക്സ് കണക്ഷൻ, ഫാന്, സ്പീക്കർ കണക്ഷൻ, പിന്നെ ഫ്യൂസ്, പിന്നെ AC സോക്കറ്റ്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഒരു അഹൂജ സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു പവർ സപ്ലൈക്ക്. പിന്നെ USB പാനലൊക്കെ ബാക്ക് സൈഡിൽ വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ബോർഡ്. ഈ ബോർഡ് നമ്മൾ ഡിസൈൻ ചെയ്ത ബോർഡാണ്. നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത ഒരു 5.1 സിംഗിൾ ബോർഡാണ്. ഇത് വർക്ക് ചെയ്യുന്നത് രണ്ടും, അതായത് സബിൻ്റെ സെക്ഷനും ചാനൽ സെക്ഷനും ഒരേ സപ്ലൈയിൽ, അതായത് 18.0 AC സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വലസൈഡിൽ കാണുന്ന ഫാനിൻ്റെ ഒരു കണക്ഷനാണ്. അത് നമ്മൾ ഈ നോയ്സ് ഇല്ലാതിരിക്കാണ്ട് TIP41 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇത് അതിനകത്ത് ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്തതാണ്. ഇത് 5 ആംപിയർ, 18.0 5 ആംപിയറാണ്. പിന്നെ ഇത് നമ്മൾ കൺട്രോളിൻ്റെ കണക്ഷനൊക്കെ റിബൺ വയർ ഉപയോഗിച്ച് അത്യാവശ്യം വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നു. വയറിങ് വളരെ കുറവാണ് ഈ ബോർഡിനകത്ത്. ഈ ബോർഡിൽ ഡയറക്റ്റ് കൺട്രോൾ മൗണ്ട് ചെയ്യാവുന്ന ടൈപ്പ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്രിലിക് പാനൽ നമുക്ക് ആ സമയത്ത് പെട്ടെന്ന് കിട്ടാതെ വന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ വയറിങ് ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഇതാണ് ആംപ്ലിഫയറിനുള്ളിലെ ഒരു പിക്ചർ. അത്യാവശ്യം നല്ല വലിയ ഹീറ്റ് സിങ്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ആ സിസ്റ്റത്തിൽ ഡിസൈൻ ചെയ്ത സർക്യൂട്ടാണ് കാണുന്നത്. 2050 IC 5 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചാനലിന് വേണ്ടിയിട്ട് 5 IC ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഒരു 7805 റെഗുലേറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഈ കാണുന്ന സർക്യൂട്ട്. അത് നമ്മുടെ USB പാനലിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള സർക്യൂട്ട്, അതായത് റെഗുലേറ്റർ സർക്യൂട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഒരു സെനർ ഡയോഡും കേട്ടുള്ള ഒരു സർക്യൂട്ടാണ്. പിന്നെ ICക്ക് വേണ്ടിയിട്ടുള്ള സപ്ലൈ ആണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ബാസ് റോഡ് സെക്ഷനാണ്. അതിന് TR072 IC ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ളൊരു ബാസ് റോഡാണിത്. ഇത് പല സർക്യൂട്ടിലും നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മളിത് പരീക്ഷിച്ച് നല്ല ക്ലിയർ ആണെന്ന് ബോധ്യപ്പെട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് സർക്യൂട്ട്. അത് കൺട്രോളിൻ്റെ കണക്ഷനാണ് ഇപ്പോൾ കാണുന്നത്. അത് ഒരു സിംഗിൾ കൺട്രോൾ, 2 സ്റ്റീരിയോ കൺട്രോൾ ഉപയോഗിച്ചിരിക്കുന്നു. അങ്ങനെ 5 ചാനലിന് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ സബിൻ്റെ ഫിൽട്ടർ സെക്ഷൻ. അതിനകത്ത് നമ്മൾ IC ഉപയോഗിച്ചിരിക്കുന്ന LM324 IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് TL074, 084 ഒക്കെ ഉപയോഗിക്കാം. LM324 ഇച്ചിരൂടെ ബെറ്റർ 074 ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ 2 പ്രീസെറ്റ് അതിനകത്തുണ്ട്, പ്രീസെറ്റിൻ്റെ കണക്ഷനുണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്നതാണ് സബിൻ്റെ സെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ 5200 ട്രാൻസിസ്റ്റർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലാസ് A ആംപ്ലിഫയറാണിത്. രണ്ടും 5200 ആണ് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് 3055 വേണമെങ്കിലും ഉപയോഗിക്കാം. 2 ട്രാൻസിസ്റ്റർ 3055 ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. 18.0 ആണ് 3055 ആവശ്യമുള്ളൂ. വോൾട്ടേജ് റേറ്റിംഗ് കുറവ് മതി. അതിൻ്റെ റെക്ടിഫയർ സെക്ഷൻ 4700 കപ്പാസിറ്റർ 2 ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ ഫാനിനുള്ള കണക്ഷൻ TIP41 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് 12 വോൾട്ട് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് അഡീഷണൽ AC സപ്ലൈ എന്ന്, അതായത് ട്രാൻസ്ഫോർമർ വരുന്ന AC സപ്ലൈ എന്ന അഡീഷണൽ ഡയോഡ് ഇട്ടാണ് നമ്മൾ ആ TIP41 എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫാനിൻ്റെ കറക്കം ഒരു കാരണവശാലും ഈ ആംപ്ലിഫയറിനകത്ത് ഒരു നോയ്സും ഉണ്ടാക്കിയില്ല. അതുപോലെ തന്നെ TIP41 ഹീറ്റ് സിങ്ക് മൗണ്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ ചെറുതായിട്ട് ചൂടാവും. ഫാനിൻ്റെ ആംബിയർ അനുസരിച്ചാണ്. ചില ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ അത്ര ഹീറ്റാണോ എന്നില്ല. എന്നിരുന്നാലും അത് ഹീറ്റ് സിങ്കുമായിട്ട് മൗണ്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നമ്മളത് മൗണ്ട് ചെയ്യാവുന്ന പോലെയുള്ള അപ്ഡേറ്റ് ചെയ്ത ബോർഡ് പുതിയതായിട്ട് പ്രിൻ്റ് അടിച്ചിട്ടുണ്ട്. ഈ ബോർഡ് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം അടിച്ചായിരുന്നു. ഈ കസ്റ്റമർ
ഇച്ചിരി ധൃതിയായിരുന്നു. അതായത് എനിക്ക് എന്നോട് പെട്ടെന്ന് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അതുകൊണ്ട് നമ്മൾ ഈ ടെസ്റ്റിംഗ് ബോർഡിൽ തന്നെ അവർക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നേ. അതുകൊണ്ടാണ് നമ്മൾ ആ 41 ആയിട്ടുള്ളത് വയറിങ് ചെയ്യേണ്ടി വന്നത്, വയറിട്ട് കണക്ഷൻ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്, ഫാനിൻ്റെ കണക്ഷൻ. ഇതതിൻ്റെ ഏകദേശം ഒരു ഫുള്ളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. ഇതിനകത്ത് ഒരു നോർമൽ സർക്യൂട്ടാണെങ്കിൽ തന്നെയും ഇതിനകത്ത് കുറേ വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ വോൾട്ടേജ് റേറ്റിങ്ങിനനുസരിച്ച് കുറച്ച് കമ്പോണൻസ് നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ മാറ്റങ്ങൾ വരുത്തി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് ഇത് ഈ സർക്യൂട്ട്. പിന്നെ 250 ICയിലുള്ള ഒരു നോർമൽ സർക്യൂട്ട് അല്ല ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്ത് കുറേയേറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒട്ടും നോയ്സ് വരികയില്ല. നോയ്സ് ഇല്ലാതെ നമ്മളത് കുറച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ആ സർക്യൂട്ടിനകത്ത്. ഇതുപോലുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മളത് ചെയ്തു തരാവുന്നതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിങ്ങനെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൺട്രോളിൻ്റെ കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്തിരിക്കുന്നതാണ്. അവിടെ നമുക്ക് പിന്നെ JST കണക്ടർ അവിടെ നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കൺട്രോൾ ഡയറക്റ്റ് അവിടെ ഇടുകയും ചെയ്യാം. അതേസമയം തന്നെ ഇനി പിന്നെയാണ്, അതായത് നമ്മൾ ജിഗ് ഉപയോഗിച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് JST പിന്ന് അവിടെ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മളത് ചെയ്തിരിക്കുക. അത്യാവശ്യം എല്ലാം നമ്മൾ പിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ IC ബാഗിലായിപ്പോയി, അത് പ്രിൻറ്റിങ്ങിനുള്ള മിസ്റ്റേക്കാണ്. ഇത് പുതിയ അപ്ഡേറ്റ് ചെയ്ത ബോർഡിനകത്ത് ആ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് 2 പ്രീസെറ്റ് കാണുന്നത് സബിൻ്റെ സെക്ഷനിലുള്ള പ്രീസെറ്റാണ്. ഒന്ന് ഗെയിനും ഒന്ന് ഫ്രീക്വൻസിയാണ്. നിങ്ങൾക്കിതുപോലുള്ള ആംപ്ലിഫയർ ബോർഡുകൾ ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ സാധാരണ ഒറ്റ ബോർഡിലായിട്ട് ആണ് നമ്മൾ സാധാരണ ഡിസൈൻ ചെയ്യുന്നത്. അതിൽ പവർ സപ്ലൈ, സബിൻ്റെ ഫിൽറ്റർ, ബാസ് ട്രബിളുണ്ടെങ്കിൽ ബാസ് ട്രബിള്, പിന്നെ ഫാനിൻ്റെ കണക്ഷൻ, USB-ക്കുള്ള കണക്ഷൻ, അതെല്ലാം വോൾട്ടേജ് എല്ലാം റെഗുലേറ്റ് ചെയ്ത് എല്ലാം സിംഗിൾ ബോർഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫോമറും ഒരു സിംഗിൾ ബോർഡ്, USB ബോർഡ്, കൺട്രോൾ, ഫാന്, ഇത്ര ഐറ്റംസ് മാത്രമേ നമ്മുടെ ആംപ്ലിഫയറിനകത്ത് നമുക്ക് കാണാൻ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വയറിങ് തീർത്ത് കുറവായിരിക്കും. വയറിങ് കുറവായതുകൊണ്ട് തന്നെ നോയ്സ് ഒട്ടും ഉണ്ടായിരിക്കില്ല. പിന്നെ സർവീസ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് എന്തൊരു കംപ്ലൈൻറ്റ് വന്നാലും ബോർഡ് ഫുള്ളായിട്ട് എടുത്ത് തിരിച്ചു വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ IC മാറുന്നതിന് എല്ലാം നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഈ IC ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പ്രിൻ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ IC മാറുന്ന സമയത്ത് പ്രിൻ്റ് അയണും കൊണ്ട് അയൺ സോൾഡർ ചെയ്ത് ഉപയോഗിക്കുമ്പം പ്രിൻ്റ് ഇളകുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം എല്ലാം കണക്ടറുകൾ ഉപയോഗിക്കുന്നു. കൺട്രോളിൻ്റെ അവിടെയാണെങ്കിൽ നമുക്ക് ജിഗ് കണക്ട് ചെയ്യാമെന്നുള്ള ആ കണക്ടർ JST കണക്ടറിനും നമ്മൾ പോയിൻ്റ് ഇടുന്നുണ്ട്. ഇത് നമ്മൾ ടെസ്റ്റ് ബോർഡാണ് ചെയ്തത്. ടെസ്റ്റ് ബോർഡ് ആയതുകൊണ്ടാണ് ഈ ഫാനിൻ്റെ കണക്ഷനൊക്കെ വയറിങ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത ബോർഡ് നമ്മൾ പുതിയത് അടിച്ചിട്ടുണ്ട്. അതിൽ ഒരു വയറിങ്ങും ഉണ്ടായിരിക്കില്ല. അത് ഞാൻ പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ട്രാൻസ്ഫോമർ നമ്മൾ വൈൻഡ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിതുപോലെ സിംഗിളായിട്ട് ചെയ്യുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.